ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എടുത്തിട്ടുള്ളത് ഇതാ ഒരു ഫെയറിയുടെ ബോട്ടിൽ കേട്ടോ. ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു ബ്ലൂ കളർ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് അടുത്ത പോർഷൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ വൈറ്റ് ക്ലേ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം, കംപ്ലീറ്റ് ഒട്ടിച്ച് കൊടുക്കണം. ഇതുപോലെ പ്രസ് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ ഒന്ന് ചുരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ഈ ഒരു രൂപത്തിൽ കിട്ടും. അങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ നിന്നും ഒരു 3 പീസ് എടുക്കണം. ഇതുപോലെ നോക്കിയിട്ട് ഒരു 3 പീസ് കട്ട് ചെയ്തെടുക്കുക. അത് 3 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ എഡ്ജൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് ചൂടാക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ഇതുപോലെ ഒരു ഷേപ്പ് കിട്ടും. ഇനി അതും നമുക്കൊന്ന് ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 വൈറ്റ് ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3 നന്നായിട്ടൊന്ന് കവർ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ക്ലേ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബേസ് എടുത്തിട്ട് അതിലിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് 3 പോർഷനും. ഇനി അത് കംപ്ലീറ്റ് ബ്ലാക്കും റെഡും വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി. ബ്ലാക്കും റെഡും വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്ത പോർഷൻ നമ്മളത് കളർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ട്, അതെടുത്തിട്ട് ഇതുപോലെ കുറച്ച് പേപ്പർ ചുരുട്ടിയിട്ട് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം, ഒട്ടിച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലെല്ലാം കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് നീറ്റ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളവും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാകും കേട്ടോ. അത് കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. കംപ്ലീറ്റ് നന്നായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഇതുപോലെ ഗോൾഡൻ കളറൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഗ്രീൻ കളർ ക്ലേ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണം. മുകൾ ഭാഗത്തായിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ കത്രിക വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട്
ഈ ബേസിൻ്റെ 2 സൈഡിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു ട്രീൻ്റെ ഒക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. ഇനി അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വൈറ്റ് പോർഷനൊക്കെ ഒന്ന് ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം. ഒരു മരത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ആ വൈറ്റ് പോർഷനൊക്കെ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ലുക്കിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു പണിയോട്ട് ചെയ്യാനുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് ബേസായിട്ട് എടുത്തിട്ട് ഇതുപോലെ വൈറ്റ് ഗ്ലൂ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ ലുക്ക് വന്നിട്ടില്ല. അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ അടുത്തതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു തെർമോകോൾ പീസ് ഒരു കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഈ പോർഷനിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു വലുപ്പത്തിന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ സ്റ്റോൺസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ താഴെയുള്ള ആ ഒരു പോർഷനും കൂടി ഇതുപോലെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കാം. ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ആ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മേലെ കൂടെ ഒക്കെ ഞാൻ കുറച്ചുകൂടി ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.